രുചി വൈവിധ്യം തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര വളരെ പഴക്കം ചെന്നതാണ്. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഭക്ഷണപ്രേമികൾ യാത്ര ചെയ്യാറുണ്ട്. വൈവിധ്യങ്ങളെ തേടി എത്രയോ ദൂര രാജ്യങ്ങളിലും ദൂരസ്ഥലങ്ങളിലും കാടുകളിലും അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളും സഞ്ചരിക്കുന്ന ഒരു പതിവ് മനുഷ്യനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ചിക്കൻ, ഒരു കോഴിയുടെ ഒരു ഡിഷാണ്. ഇതിനെ ഞങ്ങൾ വിളിക്കുന്നത് ഉടംകൊല്ലി കോഴിക്കറി എന്നാണ്. ഒരു പ്രത്യേകതരം മുളകാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഉടംകൊല്ലി മുളകെന്ന് പറയുമ്പോഴേക്കും, അതായത് ഈ ഒരു മുളകിനെയാണ് ഉടംകൊല്ലി മുളകെന്ന് പറയുന്നത്. ഇതിന് വളരെ വളരെ എരിവ് കൂടുതലാണ്. അതായത് നമ്മുടെ സാധാരണ പച്ചമുളകിൻ്റെ ഒരു ഹീറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1000 to 3000 ആണ്. ഇതിൻ്റെത് വന്നിട്ട് 4 ലക്ഷം മുതൽ 10 ലക്ഷം വരെ SHU ആണ് വരുന്നത്. സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് എന്നാണ് നമ്മുടെ ഈ എരിവിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് എന്നാണ്. അതിൽ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 400,000 to 1 million. അപ്പോൾ അതിൻ്റെ എരിവ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു നാടൻ ഡിഷായതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നാടനാണോ കാടനാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം ഇത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ ഈ കാട്ടുപ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും അവിടെ താമസിക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു ഡിഷ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനിത് പലവട്ടം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ കൂടെ പോകുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോഴേക്കും ഈ സാധനം സ്ഥിരം ഉണ്ടാക്കുന്ന ഡിഷാണ്. വളരെ രുചികരമാണ്, വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. കോഴിക്കറിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉടംകൊല്ലി മുളക്, മഞ്ഞൾപ്പൊടി, ചിക്കൻ, കറിവേപ്പില, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഡിഷിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 1.5 സ്പൂൺ, അതുപോലെ തന്നെ ഇഞ്ചി ഒരു സ്പൂൺ ഇഞ്ചി, അതിൻ്റെ കൂടെ മുഴുവനായി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. ഇതുപോലെ തന്നെ ഇട്ട് വേവിച്ചാൽ മതിയാവും. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇതൊരു 5 മിനിറ്റ് വേണ്ടി വരും ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട്. ആ സമയം നമുക്ക് ഞാനിപ്പോൾ ഒരു 3 മുളക് എടുക്കുന്നുണ്ട്. ചിക്കൻ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 3 അല്ലെങ്കിൽ 4 മുളക് എടുക്കാം. എൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് 2ആയിട്ട് മുറിക്കാം. നാല് മുളക് എടുക്കുന്നുണ്ട് ഞാൻ. ഇത് നല്ല എരിവുള്ളൊരു ഡിഷാണത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയും ഏകദേശം ഫുൾ കുക്കെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ആവശ്യത്തിന് ഉള്ള കുക്കിംഗ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഒരു 200 ഗ്രാംസ് ചിക്കനാണ്. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ഈ മുളക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ പെപ്പറോ മുളക് പൊടിയോ കുരുമുളകോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഈ മുളകിൻ്റെ എരി മാത്രമാണ് ഇത് വരുന്നത്. വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻഗ്രീഡിയൻസ് വളരെ കുറവേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം, കഴിയുന്ന ചൂടുവെള്ളം യൂസ് ചെയ്യുക. കാരണം നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കുക്കിംഗ് ടൈം കൂടുതലെടുക്കും. നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചൂട് പോയതിനു ശേഷം വീണ്ടും ഒന്നേന്ന് ചൂടായി വരേണ്ടി വരും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം പെട്ടെന്ന് തന്നെ വീണ്ടും അത് നമ്മൾ ആ കുക്കിംഗ് ആ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കിട്ടും. നമുക്കത് അടച്ചു വെച്ചൊരു 5 തൊട്ട് 6 മിനിറ്റ്, ചിക്കൻ വേകുന്ന സമയം, ചിക്കൻ വേകാൻ ഒരു 8 മിനിറ്റ് വരെ വേണ്ടി വരും. അതുവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കൻ കറി ഏകദേശമായി, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉള്ളി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഉടംകൊല്ലി കോഴിക്കറി റെഡിയായിട്ടുണ്ട്.